ബൈബിളിലെ ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനു പകരം വിമർശനത്തിന് മുൻതൂക്കം കൊടുക്കുന്നതാണ് മുസ്ലിങ്ങളുടെ പ്രധാന പ്രശ്നം. ബൈബിളിന്റെയും ക്രിസ്തവരുടെയും ദൈവത്തെ വിമർശിക്കുന്ന ഇസ്ലാമിന്റെ കണ്ണാടിയിൽ കൂടി നോക്കുന്ന മുസ്ലിങ്ങൾ ദൈവശാസ്ത്രപരമായ വഞ്ചനയുടെ ഇരകളായിത്തീരുന്നു. സത്യദൈവത്തെ തെറ്റിദ്ധരിക്കുന്നു. മുസ്ലിങ്ങൾക്ക് തങ്ങളുടെ ദൈവത്തെപ്പറ്റി ദൈവശാസ്ത്രപരമായോ ചരിത്രപരമായോ ഒന്നും പറയാനില്ല. അവർക്ക് ചെയ്യാൻ കഴിയുന്നത് ക്രിസ്തവ ദൈവസങ്കല്പത്തെയും ദൈവപ്രത്യക്ഷതയെയും വിമർശിക്കുക എന്നത് മാത്രമാണ്. അവരുടെ ചില പ്രസ്താവനകൾ ശ്രദ്ധിക്കൂ. ക്രൈസ്തവ ദൈവസങ്കല്പ പ്രകാരം ഏകനാണ് ദൈവം. പക്ഷേ 3 വ്യക്തിത്വങ്ങൾ ഏകദൈവത്തിലുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് തുടങ്ങിയ 3 വ്യക്തിത്വങ്ങൾ ഒരേപോലെ സമ്മേളിച്ച ഏകദൈവം എന്ന ആശയമാണ് ക്രൈസ്തവ സഭ മുന്നോട്ട് വെക്കുന്നത്. ക്രൈസ്തവ സഭ ഏകദൈവമാണ്, പക്ഷേ 3 വ്യക്തികളുണ്ട്. ഇതിന്റെ ലോജിക്ക് എന്താണ് എന്ന് അവർക്കോ നമുക്കോ ലോകത്തിൽ ആർക്കുമോ മനസ്സിലായിട്ടില്ല. പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. എന്നാൽ 3 ദൈവമുണ്ടോ? 3 ദൈവമില്ല. ഏകദൈവമല്ലേ? ഏകദൈവമാണ്. എന്നാൽ 3 പേരില്ലേ? 3 പേരുണ്ട്. പിതാവ് പുത്രനാണോ? അല്ല. പുത്രൻ പരിശുദ്ധാത്മാവാണോ? അല്ല. പിതാവ് പരിശുദ്ധാത്മാവാണോ? അതുമല്ല. എന്നാൽ 3 പേരുണ്ടോ? ഇല്ല, ഒരാളേ ഉള്ളൂ. ഇതാണ് ക്രൈസ്തവ ദൈവ സങ്കല്പം. ആളത്തിലുണ്ടെന്ന് ചോദിച്ചാൽ എന്താണെന്ന് പറയണം? 3 പറയണം. സാരാംശം ചോദിച്ചാൽ 1 പറയണം. 3 പേരെ ഉണ്ടാക്കിയിരിക്കുന്ന എന്ത് സ്വർണം കൊണ്ടാ? ഒരേ ക്വാളിറ്റി. 916 എങ്കിൽ 916 ഒരേ ക്വാളിറ്റിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന 3 ദൈവം. ഇതാണോ ഏകദൈവ വിശ്വാസം? ഇതാണോ മോശയും യേശുവും പഠിപ്പിച്ച ദൈവവിശ്വാസം? ഇതാണോ യഹൂദന്മാരുടെ വിശ്വാസം? ആണോ? ആണ്. ചുരുക്കത്തിൽ ഈ പറയുന്ന വഴി ഒന്നും ഇവര് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഏകദൈവ വിശ്വാസമല്ല. ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറയാനല്ല ഇവർ ശ്രമിക്കുന്നത്. മോശയും യേശുക്രിസ്തുവും പഠിപ്പിച്ചതൊന്നുമല്ല ഇവർ പറയാൻ ശ്രമിക്കുന്നത്. ഇസ്ലാം സത്യദൈവത്തെ എങ്ങനെ തെറ്റിദ്ധരിക്കുന്നു? മുസ്ലിങ്ങൾ ദൈവശാസ്ത്രപരമായ വഞ്ചനയുടെ ഇരകളാകുന്നതെന്തുകൊണ്ട്? ഏക സത്യദൈവത്തെക്കുറിച്ചുള്ള സത്യം അവർ എങ്ങനെ അറിയും? ബൈബിളിലെ ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന് പകരം വിമർശനത്തിന് മുൻതൂക്കം കൊടുക്കുന്നതാണ് പ്രധാന പ്രശ്നം. ദൈവത്തെയും ത്രിത്വത്തെയും കുറിച്ചുള്ള ബൈബിൾ വീക്ഷണത്തെക്കുറിച്ചുള്ള പുതിയതും ശരിയായതുമായ ഈ ധാരണ ശ്രദ്ധാപൂർവം പരിശോധിക്കാൻ ലോകത്തിലെ എല്ലാ സത്യാന്വേഷികളെയും ക്ഷണിക്കുന്നു. കാരണം ഇവ രണ്ടും മുൻകാലങ്ങളിൽ എല്ലാ മതങ്ങളും ക്രിസ്ത്യൻ വിഭാഗങ്ങളും പോലും വളരെയധികം തെറ്റിദ്ധരിച്ചിരുന്നു. ദൈവത്തെയും ത്രിത്വത്തെയും കുറിച്ചുള്ള ഈ പുതിയ ധാരണയ്ക്ക് ലോകത്തിലെ ദൈവശാസ്ത്രപരവും രാഷ്ട്രീയവുമായ സാഹചര്യങ്ങളെ പുനർനിർവചിക്കാൻ കഴിയും. ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ എന്നിവരുടെ പരമ്പരാഗത ദൈവവീക്ഷണ ധാരണകളെ ഇത് പുനർനിർവചിക്കും. ഹിന്ദുക്കൾക്ക് അവരുടെ ആത്മീയ പ്രകാശത്തിനായി അവരുടെ വേദവേരുകളിലേക്ക് മടങ്ങാൻ കഴിയുമെങ്കിൽ വേദങ്ങൾ പഴയ നിയമത്തിലെ വേർപിരിഞ്ഞ ആത്മീയ ഉൾക്കാഴ്ചകളാണെന്ന് അവർ കണ്ടെത്തും. ദൈവത്തിന്റെ ഏക പൂർണ്ണമായ ലിഖിത വചനമെന്ന നിലയിൽ ബൈബിളിന്റെ ആധികാരികത, ത്രിത്വത്തിലെ ഏക സത്യദൈവത്തിന്റെ പ്രകടനം, മനുഷ്യശരീരത്തിൽ ദൈവത്തിന്റെ പൂർണ്ണമായ പ്രകടനമാണ് യേശുക്രിസ്തു. ഇന്നിങ്ങനെയുള്ള ചില അടിസ്ഥാന കാര്യങ്ങൾ ഈ പുതിയ സമീപനം സ്ഥിരീകരിക്കുന്നു. ഇവയെല്ലാം ഇനി പറയുന്ന പ്രഭാഷണങ്ങളിലൂടെ ബൈബിളിലൂടെയും ചരിത്രപരമായും യുക്തിപരമായും തെളിയിക്കാൻ കഴിയും. ഈ കാര്യത്തിൽ സത്യദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, മുഴുവൻ ബൈബിളിലും ഒരു ദൈവമേയുള്ളൂ. അവൻ പരമമായ അതിശ്രേഷ്ഠ വ്യക്തിയാണ്. ദൈവത്തിന്റെ യഥാർത്ഥ വെളിപ്പെടുത്തലും പ്രകടനവും ബൈബിളിൽ മാത്രമാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. ബൈബിളിലെ ദൈവം ആരംഭവും അവസാനവുമില്ലാതെ ഒരു വ്യക്തിയായി നിലനിൽക്കുന്നു. ബൈബിളിലെ ദൈവത്തിന്റെ ഏകത്വം പോലെ മറ്റൊരേകത്വവുമില്ല. എല്ലാ കാലത്തും ആരംഭവും അവസാനവുമില്ലാതെ ദൈവം ഒരു വ്യക്തിയാണ്. ദൈവം ഒരു വ്യക്തിയായി നിലനിൽക്കുന്നു. എൽ എലിയോൺ എന്നത് ഈ പരമമായ ദൈവത്തിന് ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ്. ത്രിത്വമുൾപ്പെടെ എല്ലാവരുടെയും ഉറവിടവും പിതാവുമാണ് അദ്ദേഹം. പരമമായ ദൈവം പ്രാഥമിക തലത്തിലുള്ള ആത്മാവാണ്. ത്രിത്വത്തിനപ്പുറം ആരംഭവും അവസാനവുമില്ലാതെ നിലനിൽക്കുന്നു. ഈ പരമമായ ദൈവം അദൃശ്യനാണ്. അതിനാൽ ഒരു സൃഷ്ടിക്കും അവനെ ഒരിക്കലും കാണാൻ കഴിയില്ല. എന്നിരുന്നാലും ത്രിത്വം പരമദൈവത്തിന്റെ ഒരു പ്രകടനമോ ദൈവശാസ്ത്രമോ ആയതിനാൽ ത്രിത്വവ്യക്തികളെ മനുഷ്യൻ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നു.
മനുഷ്യവർഗത്തിനായുള്ള പരമദൈവത്തിന്റെ ഏറ്റവും പൂർണ്ണമായ പ്രകടനമെന്ന നിലയിൽ, മനുഷ്യശരീരത്തിലെ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിച്ഛിംഭയെന്ന നിലയിൽ, യേശുവിന് ചരിത്രത്തിൽ മനുഷ്യനുമായി ഏറ്റവും അടുത്ത ശാരീരിക ഇടപെടലുണ്ടായിരുന്നു. കാരണം ത്രിത്വപ്രകടനത്തെക്കുറിച്ചുള്ള ശരിയായ ധാരണ ഇനി പറയുന്നതുപോലെയുള്ള ഘടകങ്ങൾക്ക് വിധേയമായിരിക്കണം. ദൈവം അനന്തമായ ഒരു സൂപ്പർ വ്യക്തിയാണ്. അവൻ സർവ്വവ്യാപി, സർവശക്തി തുടങ്ങിയ ഗുണങ്ങളുള്ള ഒരാത്മാവാണ്. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തന്റെ പ്രകടനങ്ങളിലൂടെ വ്യത്യസ്ത നാമങ്ങളിലും വിവിധതരം തിയോഫാനികളിലും സ്വയം പ്രത്യക്ഷപ്പെടുന്നതിന് സ്വന്തം രീതി ഈ ദൈവം സ്ഥാപിച്ചു. പല തിയോഫാനികളും പ്രത്യക്ഷപ്പെടുകയും പ്രത്യേക ദൗത്യം നിറവേറ്റിയ ശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്തു. ത്രിത്വപ്രകടനത്തിന്റെ വിധിയും ഇതായിരിക്കാം. എന്നാൽ ഈ തിയോഫാനിയുടെ കാലദൈർഘ്യം ബൈബിളിൽ വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ യേശു ഇന്നലെയും ഇന്നും നാളെയും ഒരുപോലെയായിരിക്കും. ഈ നിത്യതയിൽ അല്ലെങ്കിൽ ഈ കാലഘട്ട ബൈബിൾ യുഗത്തിൽ ത്രിത്വം യാഥാർത്ഥ്യമാണ്. മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിനായി ദൈവം സ്വയം അവതാരമാകാൻ പദ്ധതിയിട്ട സൃഷ്ടി വീണ്ടെടുപ്പ് സംവിധാന ചട്ടക്കൂടിനുള്ളിലെ സർവശക്തനായ ദൈവത്തിന്റെ പ്രകടന പദ്ധതിയുടെ പരിധിയിൽ ഈ വീക്ഷണം നിയമനാനുസൃതമാണ്. ബൈബിൾ ഒരിക്കലും 3 ദൈവങ്ങളെക്കുറിച്ച് പറയുന്നില്ല. ക്രിസ്ത്യാനികൾ ഒരിക്കലും 3 ദൈവങ്ങളിൽ വിശ്വസിക്കുന്നില്ല. ഏകദൈവ വിശ്വാസത്തിൽ ക്രിസ്തീയ വിശ്വാസം ഒട്ടും പിന്നിലല്ല. ഏകദൈവ വിശ്വാസത്തിന്റെ അവകാശത്തിൽ ബൈബിൾ സ്ഥിരത പുലർത്തുന്നു. കൂടാതെ ക്രിസ്തീയ വിശ്വാസത്തിന് മറ്റേതൊരു വിശ്വാസ വ്യവസ്ഥയേക്കാളും ബഹുദൈവ വിശ്വാസത്തെ എതിർക്കുന്ന ഏറ്റവും നീണ്ട ചരിത്രവുമുണ്ട്. ദൈവത്തിന്റെ ഏകത്വം വിശുദ്ധ ബൈബിളിലെ ഒരു അടിസ്ഥാന സിദ്ധാന്തമാണ്. ദൈവത്തെക്കുറിച്ചുള്ള ബൈബിൾ വീക്ഷണവും ചരിത്രത്തിൽ അവന്റെ പ്രകടനങ്ങളും വിമർശകർക്ക് ശരിയായി മനസ്സിലാക്കാത്തതിനാലാണ് നിരീശ്വരവാദികളും മുസ്ലിങ്ങളും പലപ്പോഴും ക്രിസ്ത്യാനികളെ ബഹുദൈവ വിശ്വാസത്തിന്റെ പേരിൽ കുറ്റപ്പെടുത്തുന്നത്. പഴയ നിയമത്തിലെ ശുദ്ധമായ ഏകദൈവ വിശ്വാസം യേശു സ്ഥിരീകരിച്ചു. മർക്കോസ് 12-ാം അധ്യായത്തിൽ 28 മുതൽ തുടങ്ങുന്ന വാക്യങ്ങളിൽ യേശുവിന്റെ ചില പ്രസ്താവനകൾ നാം വായിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്. യേശു മറുപടി പറഞ്ഞു, ഇതാണ്: ഇസ്രായേലേ, കേൾക്കൂ, നമ്മുടെ ദൈവമായ കർത്താവ് ഏകനാണ്. ആ മനുഷ്യൻ മറുപടി പറഞ്ഞു, ശരിയാണ് ഗുരോ, ദൈവം ഏകനാണെന്നും അവനല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും നിങ്ങൾ പറയുന്നത് ശരിയാണ്. അവൻ ബുദ്ധിപൂർവം ഉത്തരം പറഞ്ഞുവെന്ന് യേശു കണ്ടപ്പോൾ അവനോട് പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. കാതലായ സന്ദേശം ലളിതമായിരുന്നു. തന്റെ സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തനായ ഒരു ദൈവമുണ്ട്. അവൻ മാത്രമാണ് നമ്മുടെ ആരാധന അർഹിക്കുന്നത്. ആത്യന്തിക സത്യം ദൈവം ഒരു വ്യക്തിയാണ് എന്നതാണ്. ത്രിത്വമെന്നത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്കും മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിനുമുള്ള അവന്റെ സന്ദർഭോചിതമായ പ്രകടനം മാത്രമാണ്. ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ ടോക്കൺ പ്രകടനമാണ് ഗണിതശാസ്ത്രം. ഒരു ദൈവത്തിന് തന്നെത്താനെ അനന്തമായ പ്രകടനങ്ങളിലൂടെ സ്വയം പ്രത്യക്ഷപ്പെടാൻ കഴിയും. എന്നാൽ ഒരു ദൈവമേയുള്ളൂ. അതുപോലെ 1 എന്ന സംഖ്യ അടിസ്ഥാന സംഖ്യയാണ്. മറ്റെല്ലാ സംഖ്യകളും അനന്തമായ സംഖ്യകളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ആ സംഖ്യയുടെ പ്രകടനങ്ങളാണ്. അതുപോലെ ഏകദൈവത്തിന് അവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വന്തം വ്യക്തികളുടെ അനന്തമായ വൈവിധ്യങ്ങളിൽ സ്വയം പ്രത്യക്ഷപ്പെടാൻ കഴിയും. ദൈവത്തിന്റെ ഏകത്വം ഗണിതശാസ്ത്രത്തിന്റെ ഏകത്വത്തേക്കാൾ ഏകത്വത്തിൽ അനന്തമായി ശ്രേഷ്ഠമാണ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യം, ഇശയ്യാവ് 44-ാം അധ്യായം 6-ാം വാക്യം, യോഹന്നാൻ 17-ാം അധ്യായം 3-ാം വാക്യം, 1 കൊരിന്ത്യർ 8-ാം അധ്യായം 4-ാം വാക്യം, 1 തിമോത്തിയോസ് 1-ാം അധ്യായം 17-ാം വാക്യം തുടങ്ങിയ പുസ്തകങ്ങളിൽ നിന്നും പഠിപ്പിക്കുന്നു. ബൈബിളിലെ ദൈവം പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഗണിതശാസ്ത്രപരമായി ദൈവം എത്യനവും ഏകനുമാണ്. ദൈവം ഒന്നാണ്. ദൈവം പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു. അതിനാൽ ത്രിത്വത്തിലെ 3 വ്യക്തികളായ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിവർ 3 ദൈവങ്ങളല്ല. ത്രിത്വം ദൈവത്തിന്റെ സ്വയം പ്രകടനമാണ്. എന്നാൽ തിരുവെഴുത്തു പറയുന്നതുപോലെ ദൈവഭക്തിയുടെ രഹസ്യം വലുതാണ്. ആത്മീക കാര്യങ്ങൾ ആത്മീകമായി വിവേചിക്കാൻ അറിയാം. അതിനാൽ ഭൗതികവാദിയായ മനുഷ്യന് ദൈവത്തിന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയില്ല. ദൈവം ഒരു വ്യക്തിയാണ്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ പരമോന്നത ദൈവം 3 വ്യക്തികളല്ല, ഒരു വ്യക്തിയാണ്. ദൈവശാസ്ത്രത്തിലെ പ്രധാന വിഷയം ഏകത്വമാണ്. ബൈബിളിലെ ഞാനാകുന്നവൻ ഞാൻ എന്ന വ്യക്തമായ പ്രസ്താവന ദൈവം ഒരു വ്യക്തിയാണെന്ന് തെളിയിക്കുന്നു. ദൈവം 3 വ്യക്തികളാണെന്നോ ദൈവം ഒരു വ്യക്തിയല്ലെന്നോ ബൈബിൾ പറയുന്നില്ല. അതിനാൽ ഏകദൈവത്തെ ഒരു വ്യക്തിയായി കണക്കാക്കുന്നതാണ് നല്ലത്. ഒരു വ്യക്തി ആരാണ്? ഒരു വ്യക്തിയായിരിക്കുന്നതിന്റെ ഗുണങ്ങളും ഗുണഗണങ്ങളും എന്തൊക്കെയാണ് എന്ന ചോദ്യവും വളരെ പ്രധാനമാണ്.
ദൈവം, വ്യക്തി തുടങ്ങിയവയെക്കുറിച്ച് ആർക്കും പൂർണ്ണമായൊരു നിർവചനം നൽകാൻ കഴിയില്ലെങ്കിലും നമുക്കവയെക്കുറിച്ച് ന്യായമായ വിവരണങ്ങൾ നൽകാം. ഒരു വ്യക്തി ഒരു വ്യക്തിയാണ്. തന്നെത്താനെ ഞാൻ എന്ന് അഭിസംബോധന ചെയ്യാനും വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും തന്റെ ഉദ്ദേശങ്ങൾ പ്രകടിപ്പിക്കാനും കഴിയും. ഒരു വ്യക്തിയുമായി നമുക്കൊരു ബന്ധം പുലർത്താൻ കഴിയും. ഏതൊരു വ്യക്തിയും ഒരു ബന്ധത്തിനായി കൊതിക്കുന്നു. ദൈവവും അതുപോലെയാണ്. പാപം, അനുരഞ്ജനം, ക്ഷമ, രക്ഷ തുടങ്ങിയ ബൈബിൾ ആശയങ്ങൾ ഈ സത്യങ്ങളുടെ വ്യക്തമായ പ്രകടനങ്ങളാണ്. ഒരു വ്യക്തിക്ക് സ്വന്തം അസ്തിത്വത്തെയും സ്വത്വത്തെയും കുറിച്ച് ബോധമുണ്ട്. മറ്റുള്ള വ്യക്തികളുടെ അസ്തിത്വവും അവൻ തിരിച്ചറിയുന്നു. ഒരു വ്യക്തിക്ക് തിരഞ്ഞെടുക്കാനും നിശ്ചയിക്കാനും ഉദ്ദേശിക്കാനും ആസൂത്രണം ചെയ്യാനും കഴിയും. ഒരു വ്യക്തിക്ക് ഒരേ വിഷയത്തിൽ ഒരേ സമയത്ത് രണ്ട് വ്യത്യസ്തവും വിഭിന്നവുമായ ഇച്ഛാശക്തികൾ ഉണ്ടാകില്ല. പ്രത്യേക ഇച്ഛാശക്തികൾ വ്യത്യസ്ത വ്യക്തികളെ സൂചിപ്പിക്കുന്നു. ഒരു വ്യക്തിയെന്നത് ആത്മാവ്, ശരീരം എന്നിവയുള്ള ജീവിയാണ്. ബുദ്ധി, മനസാക്ഷി, ബോധം അല്ലെങ്കിൽ സ്വയം അവബോധം, ഇച്ഛാശക്തി, നൈതിക സ്വയം നിർണയം തുടങ്ങിയവ അവനുണ്ട്. ശാസ്ത്രത്തിലൂടെ മനുഷ്യന് ഒരിക്കലും കൃത്രിമമായി ഒരു വ്യക്തിയെ സൃഷ്ടിക്കാൻ കഴിയില്ല. ദൈവം ഒരു വ്യക്തിയാണെന്ന് നമുക്കറിയാൻ കഴിയും. കാരണം മനുഷ്യൻ സ്വന്തം പ്രതിച്ഛായയിൽ ദൈവം സൃഷ്ടിച്ചതാണ്. അനന്തമായ ദൈവത്തിന്റെ പ്രതിച്ഛായയ്ക്കനുസൃതമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പരിമിത വ്യക്തിയാണ് മനുഷ്യൻ. അതേസമയം ദൈവത്തിന്റെ ത്രിത്വപ്രകടനത്തിന്റെ പ്രതിച്ഛായയ്ക്കനുസൃതമായി മനുഷ്യനും സൃഷ്ടിക്കപ്പെട്ടു. അതുകൊണ്ടാണ് മനുഷ്യന് ആത്മാവ്, ശരീരം എന്നിവയുടെ ത്രിത്വവ്യക്തിത്വമുള്ളത്. മനുഷ്യൻ ദൈവത്തിന്റെ പ്രതിച്ഛായയിലാണ്. ദൈവം തന്റെ ത്രിത്വവ്യക്തിത്വത്തിൽ മനുഷ്യനെന്ന് വിളിക്കപ്പെടുന്ന ത്രിത്വവ്യക്തിത്വത്തെ സൃഷ്ടിച്ചു. മനുഷ്യൻ ദൈവത്തിന്റെ വ്യക്തിത്വത്തിന് ശേഷമുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ ദൈവം ഒരു സൂപ്പർ വ്യക്തിയാണ്. മനുഷ്യൻ ഒരു താഴ്ന്ന വ്യക്തിയാണ്. മനുഷ്യന്റെ ഉള്ളിൽ ഒരു ദൈവിക ആത്മാവുണ്ട്. മനുഷ്യൻ എങ്ങനെ ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും മനുഷ്യനെ ഒരു വ്യക്തിയായി നാം അംഗീകരിക്കുന്നു. ദൈവം ഒരു വ്യക്തിയാണ്. കാരണം യേശു ഒരു വ്യക്തിയാണ്. താൻ ആരാണെന്ന്, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണെന്ന് യേശു കർത്താവ് കാണിച്ചു തരുന്നു. എന്നാൽ ദൈവം ഒരു വ്യക്തിയാണെന്ന് പറയുമ്പോൾ ദൈവത്തെ ഒരു മനുഷ്യനാകാൻ നാം നിർബന്ധിക്കുന്നില്ല. ബൈബിളിലുടനീളം ദൈവത്തെ അവന്റെ എന്നീ വ്യക്തിഗത സർവനാമങ്ങൾ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്യുന്നു. അതിനാൽ ബൈബിളിലെ ദൈവം വെറുമൊരു ശക്തിയല്ല. സ്നേഹം, കോപം തുടങ്ങിയ സ്വഭാവസവിശേഷതകൾ ദൈവത്തിനുണ്ട്. അവ തികച്ചും വ്യക്തിഗതമാണ്. ഒരു വ്യക്തിത്വമില്ലാത്ത ശക്തിക്ക് ഒരു ഉദ്ദേശത്തോടെ സൃഷ്ടിക്കാൻ കഴിയില്ല. എന്നാൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് വ്യക്തിപരമായ ദൈവത്തെ അറിയുന്നതിനും അവനുമായി ബന്ധപ്പെടുന്നതിനുമാണ്. യേശുക്രിസ്തു ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ യഥാർത്ഥ പ്രതിനിധാനമാണ്. അവനിൽ മാത്രമേ നമുക്ക് ദൈവവുമായി വ്യക്തിപരമായി ബന്ധപ്പെടാൻ കഴിയൂ. ബൈബിളിലെ ദൈവം പരമവും ആദർശപരവുമായ അതിമാനുഷ വ്യക്തിയാണ്. അനന്തമായ അദൃശ്യ ആത്മാവാണ്. ദൈവം വ്യക്തിത്വത്തിലും സത്തയിലും ഒന്നാണ്. അവൻ അനന്തമായി അവിഭാജ്യനും അദൃശ്യനും അതിരുകടന്നവനും അന്തർലീനനും ശാശ്വതനുമായ ആത്മാവാണ്. ബൈബിളിൽ വ്യക്തമായും നേരിട്ടും സ്ഥിരീകരിച്ചിരിക്കുന്ന ദൈവത്തിന്റെ അവശ്യഗുണങ്ങളുടെ നിഷ്പക്ഷമായ പരിശോധന ദൈവം വ്യക്തിത്വത്തിലും സത്തയിലും ഒന്നാണെന്ന് തെളിയിക്കുന്നു. ദൈവം അദൃശ്യനായ ഏക വ്യക്തിയാണ്. അനന്തനും ശാശ്വതനുമാണ്. ആരംഭവും അവസാനവുമില്ല. ദൈവം മനുഷ്യന് തന്നെ വെളിപ്പെടുത്തുന്നു. തന്നിൽ തന്നെ പൂർണ്ണനായിരിക്കുന്നവനാണ് ദൈവം. ദൈവം സ്നേഹമാണ്. എല്ലാത്തിലും പൂർണ്ണതയുള്ളവനാകാൻ ഒന്നും അല്ലെങ്കിൽ ആരെയും ആവശ്യമില്ലാതെ തന്നിൽ തന്നെ പൂർണ്ണനാണ് ദൈവം. അവൻ സ്വയം എന്തും ചെയ്യാൻ കഴിവുള്ളവനാണ്. പരമോന്നത ദൈവം, അദൃശ്യദൈവം വെളിപ്പെടാതെ നിൽക്കുന്നു. ഈ പരമോന്നത ദൈവം മാറ്റമില്ലാത്തവനാണ്. സൃഷ്ടി, രക്ഷാകരമായ വീണ്ടെടുപ്പ് തുടങ്ങിയ അവന്റെ ഒരു പ്രവൃത്തിയാലും സ്വാധീനിക്കപ്പെടുന്നില്ല. എന്നാൽ അവന്റെ സ്വന്തം പരമാധികാര പദ്ധതിക്കനുസൃതമായി ദൈവത്തിന് വൈവിധ്യമാർന്ന രീതികളിൽ സ്വയം പ്രത്യക്ഷപ്പെടാൻ കഴിയും. അതുപോലെ ദൈവം തന്നെ യഹോവ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇത് ത്രിത്വമുൾപ്പെടെ നിരവധി തിയോഫനികൾക്കോ ദൈവപ്രത്യക്ഷതകൾക്കോ കാരണമായി. നിത്യനായ ദൈവം ഒരർത്ഥത്തിലും സമയത്താൽ പരിമിതപ്പെടുത്തപ്പെട്ടിട്ടില്ല. കാലത്തിന്റെ ഭൂതകാല, വർത്തമാന,
ഭാവി മാനങ്ങളാൽ അവൻ സ്വാധീനിക്കപ്പെടുന്നില്ല. അതിനാൽ ആത്മാവായ നിത്യ അനന്ത അമാനുഷിക ദൈവത്തിന്റെ പ്രവർത്തനപരമായ നിർവചനം പരിമിത പ്രകൃതിജീവികൾക്ക് ലളിതവും മനസ്സിലാകുന്നതുമായിരിക്കും. ദൈവം പരമമായ വ്യക്തിയാണ്. എബ്രായർക്കുള്ള ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം യേശുവിനെക്കുറിച്ച് പറയുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ തിളക്കവും തന്റെ വ്യക്തിത്വത്തിന്റെ പ്രകടമായ പ്രതിച്ഛായയും നമ്മുടെ പാപങ്ങൾ സ്വയം ശുദ്ധീകരിച്ചപ്പോൾ തന്റെ ശക്തിയുടെ വചനത്താൽ എല്ലാം താങ്ങി നിർത്തി ഉന്നതത്തിൽ മഹത്വത്തിന്റെ വലതുഭാഗത്തിരുന്നു. അങ്ങനെ ബൈബിൾ ദൈവത്തെ ഒരു വ്യക്തിയായോ അല്ലെങ്കിൽ അതിശ്രേഷ്ഠ വ്യക്തിയായോ വെളിപ്പെടുത്തുന്നു. ഒരു അസ്തിത്വത്തിന്റെ ഏറ്റവും ഉയർന്നതും ഏറ്റവും അഭിലഷണീയവുമായ രൂപമാണ് വ്യക്തി. ദൈവം ലളിതമായ പരമോന്നത വ്യക്തിഗത യാഥാർത്ഥ്യമായി സ്വയം നിലനിൽക്കുന്നു. ബൈബിളിൽ എല്ലായിടത്തും നമ്മൾ വായിക്കുന്നു: ദൈവം സ്നേഹിക്കുന്നു, ദൈവം പറയുന്നു, ദൈവം ചെയ്യുന്നു. ഒരു വ്യക്തിക്ക് നാം ആരോപിക്കുന്ന എല്ലാ അവശ്യകാര്യങ്ങളും ദൈവത്തിന് ആരോപിക്കാൻ കഴിയും. ദൈവം അനുഭവിക്കുന്നു, ചിന്തിക്കുന്നു, സ്നേഹിക്കുന്നു, ക്ഷമിക്കുന്നു. ദൈവം വിശുദ്ധനും നീതിമാനുമാണെന്ന് ബൈബിൾ പ്രഖ്യാപിക്കുന്നു. ദൈവത്വത്തിലോ ദൈവത്തിന്റെ സത്തയിലോ ഒരു വ്യക്തി മാത്രമേയുള്ളൂ. ദൈവം സംഖ്യാപരമായ ഒരു വ്യക്തിയാണ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 41-ാം അധ്യായം 1 തിമത്തി 2-5 വാക്യങ്ങളിൽ നിന്ന് ഇത് വ്യക്തമാണ്. ദൈവം ഒരാത്മാവാണ്. ദൈവത്തിന്റെ സത്ത അല്ലെങ്കിൽ അടിസ്ഥാന ഗുണം ആത്മാവാണ്. ദൈവശിരസ് എന്ന ബൈബിൾ പദം 3 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രവൃത്തികൾ 17:29 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നാം ദൈവത്തിന്റെ സന്തതികളായതിനാൽ ദൈവം മനുഷ്യന്റെ കലയും തന്ത്രവും കൊണ്ട് കൊത്തിയെടുത്ത സ്വർണം, വെള്ളി, കല്ല് എന്നിവയോട് സാദൃശ്യമുള്ളതാണെന്ന് നാം കരുതരുത്. പരമോന്നത ദൈവത്തെ പരാമർശിക്കുന്നതിനാണ് ദൈവം ഉപയോഗിക്കുന്നത്. റോമർ 1:20 വാക്യം പറയുന്നു: ലോകസൃഷ്ടി മുതൽ അവന്റെ അദൃശ്യമായ കാര്യങ്ങൾ, അവന്റെ നിത്യശക്തിയും ദൈവത്വം വരെയും വ്യക്തമായി കാണപ്പെടുന്നു. അവയ്ക്ക് ഒഴുന്നുകഴിവില്ല. കൊലോസ്യർ 2:9 വാക്യം ഇങ്ങനെ വായിക്കുന്നു: ദൈവശിരസിലെ എല്ലാ പൂർണ്ണതയും ശരീരമായി ക്രിസ്തുവിൽ വസിക്കുന്നു. കൊലോസ്യർ 1:19 വാക്യം ഇങ്ങനെ വായിക്കുന്നു: ദൈവം തന്റെ പൂർണ്ണത മുഴുവൻ ക്രിസ്തുവിൽ വസിക്കുന്നത് ഇഷ്ടപ്പെട്ടു. പിതാവ് പൂർണ്ണമായും ദൈവമാണെന്നോ പരിശുദ്ധാത്മാവ് പൂർണ്ണമായും ദൈവമാണെന്നോ ഇത് ഒഴിവാക്കുന്നില്ല. രണ്ടാമതായി, ബൈബിളിലെ ദൈവം അനന്തനും നിത്യനും ആത്യന്തിക സൃഷ്ടാവുമാണ്. അത്യുന്നതനായ ദൈവത്തിനും അവന്റെ പ്രത്യക്ഷതകൾക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവത്തിന്റെ സ്വയം താഴ്ത്തിയ പ്രകടനങ്ങൾ അനന്തവും ശാശ്വതവുമാകണമെന്നില്ല. ദൈവമില്ലാതിരുന്ന ഒരു കാലവും ഉണ്ടായിരുന്നില്ല. ദൈവം സ്വന്തം രൂപത്തിൽ നിലനിൽക്കാത്തൊരു കാലവും ഉണ്ടാകില്ല. അവന് ആരംഭവും അവസാനവുമില്ല. ദൈവത്തിന്റെ നിത്യതയും അവന്റെ സ്വയം അസ്തിത്വത്തെ സൂചിപ്പിക്കുന്നു. ദൈവം എന്നേക്കും ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ അസ്തിത്വം സ്വയം അസ്തിത്വമാണ്. സ്വയം അസ്തിത്വം ഒരു രഹസ്യമാണ്. അത് മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. എന്നാൽ അത് നിഷേധിക്കുന്നത് നമ്മെ മറ്റൊരു വലിയ രഹസ്യത്തിൽ ഉൾപ്പെടുത്തും. സ്വയം അസ്തിത്വമുള്ള ദൈവത്തെ നിഷേധിക്കുന്നവർ സ്രഷ്ടാവിന്റെ കാര്യകാരണ പ്രവർത്തനമില്ലാതെ ശൂന്യതയിൽ നിന്നാണ് ഇന്നത്തെ പ്രപഞ്ചം നിലവിൽ വന്നതെന്ന് തെറ്റായി അനുമാനിക്കുന്നു. എന്നാൽ പ്രപഞ്ചം വെറും ഊർജ്ജത്തിന്റെ ഉൽപ്പന്നമാകാൻ കഴിയില്ല. കാരണം ഊർജ്ജം ഉത്ഭവിക്കുന്നത് ദ്രവ്യത്തിൽ നിന്നോ ജീവൻ നൽകുന്ന ഒരു ഉറവിടത്തിൽ നിന്നോ ആണ്. ദ്രവ്യം ശാശ്വതമല്ലെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. അതിനാൽ ശാശ്വതനും സ്വയം നിലനിൽക്കുന്നവനുമായൊരു വ്യക്തി ഇന്നത്തെ പ്രപഞ്ചത്തിന്റെ വിശദീകരണമായിരിക്കണം. രാജാവായ നെബൂഖദ്നേസർ ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം 34-ാം വാക്യത്തിൽ ചില പ്രധാന പ്രസ്താവനകൾ നടത്തി. കാലാവസാനത്തിൽ നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗ്ഗത്തിലേക്ക് കണ്ണുയർത്തി. എന്റെ ബുദ്ധിയും എനിക്ക് തിരിച്ചുവന്നു. ഞാൻ അത്യുന്നതനെ വാഴ്ത്തി. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ സ്തുതിച്ചു ബഹുമാനിച്ചു. അവന്റെ ആധിപത്യം നിത്യാധിപത്യവും അവന്റെ രാജത്വം തലമുറ തലമുറയായുള്ളതുമാകുന്നു. അതായത് ബൈബിളിലെ ദൈവം പരിപൂർണനായ പരമോന്നത വ്യക്തിയും ആത്യന്തിക സൃഷ്ടാവുമാണ്. വ്യക്തിപരമായ അസ്തിത്വത്തിന്റെ പ്രാഥമികവും ഏറ്റവും ഉന്നതവുമായ തലമാണ് ദൈവം. തിയോഫനികൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ വെളിപ്പെടുത്തലുകൾ എന്നത് ഒരു പ്രത്യേക സമയത്തും സ്ഥലത്തും ഒരു പ്രത്യേക ഉദ്ദേശ്യത്തിനായി പരിമിതപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ തന്നെ പ്രകടനങ്ങളാണ്. അത്തരം ദൈവപ്രകടനങ്ങൾ എല്ലാ പ്രായോഗിക ആവശ്യങ്ങൾക്കും ദൈവത്തിന് തുല്യമാണ്. ഓരോ ദൈവപ്രകടനത്തിനും അല്ലെങ്കിൽ ദൈവപ്രത്യക്ഷതയ്ക്കും പ്രവർത്തനപരമായ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ ജ്ഞാനശാസ്ത്രപരമായ ധാരണയുടെ വ്യക്തതയ്ക്കായി ദൈവത്തെയും അവന്റെ വിവിധ പ്രകടനങ്ങളെയും തമ്മിൽ വേർതിരിച്ചറിയാൻ ആശയപരമായി സാധ്യമാണ്.
സ്രഷ്ടാവ് സൃഷ്ടി വ്യത്യാസം ദൈവത്തിന്റെ അന്തർലീനമായ പദാർത്ഥത്തിനും ദൈവത്തിന്റെ ബാഹ്യമായി പ്രകടിപ്പിക്കപ്പെട്ട ഊർജ്ജങ്ങൾക്കുമിടയിലുള്ള വ്യത്യാസമാണ്. ത്രിത്വം, യേശു തുടങ്ങിയ ദൈവത്തിന്റെ പ്രകടനങ്ങൾ ദൈവത്തിന്റെ സത്തയുടെ തന്നെ പ്രകടനങ്ങളാണ്. പലപ്പോഴും ദൈവത്തിന്റെ സത്തയെക്കുറിച്ച് നമുക്കറിയാം, കാരണം സൂര്യനെ അതിന്റെ രശ്മികളിലൂടെ നാം അറിയുന്നതുപോലെ നാം അവന്റെ ഊർജ്ജങ്ങൾ അനുഭവിക്കുന്നു. ദൈവീക ഊർജ്ജങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തികളിലൂടെ ദൈവത്തിന്റെ തന്നെ സ്വയം പ്രകടനത്തെ സൂചിപ്പിക്കുന്നു. ദൈവം തന്റെ സത്തയിൽ നിന്നല്ല, മറിച്ച് അവന്റെ ഊർജ്ജങ്ങളാൽ ലോകത്തെ സൃഷ്ടിക്കുന്നു. സൃഷ്ടി ദൈവത്തിന്റെ സത്തയെ വെളിപ്പെടുത്തുന്നില്ല, മറിച്ച് അവന്റെ ഗുണങ്ങൾ മാത്രമാണ് പ്രകടിപ്പിക്കുന്നത്. ദൈവം തന്റെ എല്ലാ സൃഷ്ടികളുടെയും ലോകത്തിനു പുറത്ത് സ്വർഗ്ഗത്തിൽ വസിക്കുന്നു. ദൈവം ലോകത്തെ സൃഷ്ടിക്കുന്നത് അവന്റെ സത്തയിൽ നിന്നല്ല, മറിച്ച് അവന്റെ ഊർജ്ജങ്ങൾ കൊണ്ടാണ്. എന്നാൽ ദൈവത്തിന്റെ സ്വയം പ്രകടനമാണ് ആത്മാവ്, ജീവൻ, സത്യം, സ്നേഹം, വെളിച്ചം തുടങ്ങിയ ദൈവസത്തയുടെ പ്രത്യക്ഷതകൾ. ദൈവിക പ്രവൃത്തികൾ ദൈവത്തിന്റെ ഗുണങ്ങളാണ്. അവ പ്രവൃത്തികളിൽ പ്രകടിപ്പിക്കുന്നു. എല്ലാ ദൈവശക്തികളും അനന്തമാണ്. ദൃശ്യലോകവുമായും നമ്മളുമായും ബന്ധപ്പെട്ട അവന്റെ വൈവിധ്യമായ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ നാം ദൈവത്തെ അനുഭവിക്കുകയും അറിയുകയും ചെയ്യുന്നുള്ളൂ. ദൈവം ദ്രവ്യത്തെയും സമയത്തെയും സ്ഥലത്തെയും സൃഷ്ടിച്ചു. ദൈവം നമ്മുടെ ദ്രവ്യത്തിന്റെയും സമയത്തിന്റെയും സ്ഥലത്തിന്റെയും ലോകത്തെ മറികടക്കുന്നു. അവൻ ആഗ്രഹിക്കുമ്പോൾ അതിൽ പ്രത്യക്ഷപ്പെടുന്നു. പക്ഷേ അവൻ ഒരു തരത്തിലും ദ്രവ്യത്തിന്റെയും സമയത്തിന്റെയും സ്ഥലത്തിന്റെയും പരിധിക്കുള്ളിൽ നിൽക്കുന്നില്ല. നിലനിൽക്കാൻ ദൈവത്തിനിത് ആവശ്യമില്ല. എന്നിരുന്നാലും പലപ്പോഴും സൃഷ്ടിയുടെ അടിസ്ഥാനത്തിൽ, ദ്രവ്യത്തിന്റെയും സമയത്തിന്റെയും സ്ഥലത്തിന്റെയും അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ചിന്തിക്കാൻ കഴിയൂ. ദൈവം ബൈബിളിൽ തന്നെ വെളിപ്പെടുത്താൻ നിരവധി ആശയങ്ങൾ ഉപയോഗിക്കുന്നു. രാജാവ്, വീണ്ടെടുക്കുന്നവൻ, ഇടയൻ, സംരക്ഷകൻ, അഗ്നി, പാറ, അഭയം എന്നിങ്ങനെ. ദൈവം അവയെല്ലാത്തിനും അപ്പുറമാണ്, അതിലുപരിയാണ്. അതിലേതെങ്കിലും പോലെയല്ല, കാരണം അവയെല്ലാം സൃഷ്ടിക്കപ്പെട്ട ലോകസങ്കല്പങ്ങളുടെ ഭാഗമാണ്. ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട എന്തെങ്കിലും മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നതിനാൽ ദൈവം ബലമുള്ള ഭുജം, വലതുകരി തുടങ്ങിയ ചില മനുഷ്യപദങ്ങൾ ആലങ്കാരികമായി ബൈബിളിൽ ഉപയോഗിക്കുന്നു. മൂന്നാമതായി, ബൈബിളിലെ ദൈവത്തിന്റെ സത്തയെക്കുറിച്ച് പറയുമ്പോൾ അവൻ പരമോന്നത ആത്മാവാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാം വാക്യം പറയുന്നു, ദൈവം ഒരാത്മാവാണ്. ഇവിടെ ദൈവം 3 ആത്മാക്കളല്ല, ഏകാത്മാവാണെന്ന് വളരെ വ്യക്തമാണ്. ത്രിത്വം ദൈവത്തിന്റെ പ്രകടനമാണെന്ന് ഇത് തെളിയിക്കുന്നു. അതിനാൽ ത്രിത്വത്തിൽ ഒരു പിതാവും ഒരു കർത്താവും ഒരാത്മാവുമുണ്ടാകാം. ദൈവം ഒരദൃശ്യ ആത്മാവാണ്. അതിന് ഭൗതിക ഗുണങ്ങളോ പരിമിതികളോ അതിരുകളോ ഇല്ല. അവന് മാംസവും അസ്ഥികളുമില്ല, ഭൗതിക ശരീരവുമില്ല. എന്നാൽ യേശുവിന്റെ കാര്യത്തിലെന്ന പോലെ മാംസവും അസ്ഥികളും ഉപയോഗിച്ച് മനുഷ്യരൂപത്തിൽ ദൈവത്തിന് സ്വയം പ്രത്യക്ഷപ്പെടാൻ കഴിയും. പിന്നെ ദൈവത്തിന്റെ വ്യക്തിത്വമായ ആത്മാവിനെക്കുറിച്ച് എന്താണ് നമുക്ക് പറയാൻ കഴിയുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാം വാക്യം പറയുന്നു, ദൈവം ആത്മാവാകുന്നു. അവനെ ആരാധിക്കുന്നവർ അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. എബ്രായർ 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ പറയുന്നു, ദൈവം പണ്ട് വിവിധ സമയങ്ങളിലും വിവിധ രീതികളിലും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് സംസാരിച്ചിട്ട് ഈ അന്ത്യകാലത്ത് തന്റെ പുത്രൻ മുഖാന്തരം നമ്മോട് അരുളിച്ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി. അവൻ മുഖാന്തരം ലോകങ്ങളെയും സൃഷ്ടിച്ചു. അവൻ തന്റെ മഹത്വത്തിന്റെ തിളക്കവും അവന്റെ വ്യക്തിയുടെ പ്രതിച്ഛായയുമായിരുന്നു. അവൻ നമ്മുടെ പാപങ്ങളെ ശുദ്ധീകരിച്ച ശേഷം ഉയരത്തിൽ മഹത്വത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ദൈവം ഒരാത്മവ്യക്തിയാണ്. ദൈവവ്യക്തിയുടെ അടിസ്ഥാനം ആത്മാവ്, വെളിച്ചം, ജീവൻ, സത്യം, ശക്തി, സ്നേഹം എന്നിവയാണ്. ദൈവം ഒരാത്മാവാണ്. അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഈ പ്രസ്താവന അർത്ഥമാക്കുന്നത് ദൈവം പൂർണ്ണമായും ഒരാത്മാവാണെന്നും ഒരാത്മാവ് മാത്രമാണെന്നുമാണ്. ദൈവം ഭൗതികമല്ലാത്തവനും അദൃശ്യനും ജീവനുള്ളവനും വ്യക്തിയുമാണ്. ഭൗതിക പ്രശ്നങ്ങൾക്കോ ആശങ്കകൾക്കോ അവൻ പരിമിതനല്ല. അതിനാൽ സൃഷ്ടിക്കപ്പെട്ട ഏതെങ്കിലും വസ്തുവിനോ മനുഷ്യനിർമ്മിത പ്രതിച്ഛായയ്ക്കോ വിഗ്രഹങ്ങൾക്കോ ദൈവത്തെ സത്യമായി പ്രതിനിധീകരിക്കാൻ കഴിയില്ല. അതിനാൽ അത്തരമൊരു പദ്ധതി സൃഷ്ടിക്കാനുള്ള ശ്രമം ദൈവദൂഷണപരമായ വിഗ്രഹാരാധനയാണെന്ന് ബൈബിൾ കണക്കാക്കുന്നു. പുറപ്പാട് 4-ാം അധ്യായം 4-ാം വാക്യങ്ങളിൽ ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവം ആത്മാവായതിനാൽ അവന് ഭൗതിക ദ്രവ്യത്തിന്റെ പരിമിതികളില്ല. ഭൗതികവും സ്ഥലപരവുമായ നിയന്ത്രണങ്ങളാൽ പരിമിതപ്പെടുന്നില്ല. തന്റെ പുനരുത്ഥാനത്തിനു ശേഷം യേശു വീണ്ടും പറഞ്ഞു, നിങ്ങൾ കാണുന്നതുപോലെ ഒരാത്മാവിന് മാംസവും അസ്ഥികളുമില്ല. തൽഫലമായി
ശരീരത്തിലായിരിക്കുമ്പോൾ മനുഷ്യൻ പൂർണ്ണമായും ഒരാത്മാവല്ല, മനുഷ്യനൊരാത്മാവുണ്ടെന്ന് പറയുന്നതാണ് നല്ലത്. ദൈവം സ്നേഹമാണ്. ദൈവത്തിന്റെ സ്നേഹനിയമം ഈ പ്രപഞ്ചത്തിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല, കാരണം ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. മറ്റൊരാളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സ്വയം നൽകുന്നതാണ് സ്നേഹം. ദൈവം സ്നേഹമാണെന്ന വസ്തുത പാപത്തിനുള്ള ശിക്ഷയുടെ നിയമത്തെ അസാധുവാക്കുന്നില്ല. ദൈവത്തിന്റെ വിശുദ്ധിയും നീതിയും എല്ലാ പാപങ്ങളും ശിക്ഷിക്കപ്പെടണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം പാപിയായ മനുഷ്യവർഗത്തിന് വീണ്ടെടുപ്പിന്റെയും രക്ഷയുടെയും ഒരു പദ്ധതി നൽകി. ദൈവം മനുഷ്യനെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിന്റെ അൾത്തിമമായ പ്രകടനം ക്രിസ്തു നമുക്കുവേണ്ടി കുരിശിൽ മരിച്ചു എന്നതിലാണ് അടങ്ങിയിരിക്കുന്നത്. പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുക്കാൻ യേശുക്രിസ്തുവിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടത് ദൈവത്തിന്റെ സ്നേഹമായിരുന്നു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം വെളിച്ചമാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നു, അപ്പോൾ ഞങ്ങൾ അവനെക്കുറിച്ച് കേട്ടതും നിങ്ങളോട് പ്രഖ്യാപിക്കുന്നതുമായ സന്ദേശം ഇതാണ്: ദൈവം വെളിച്ചമാണ്, അവനിൽ ഇരുട്ടൊട്ടുമില്ല. തിമോത്തിയോസിനെഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൽ ഏകദൈവത്തെക്കുറിച്ച് പറയുന്നത് അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ആരും കണ്ടിട്ടില്ലാത്തവനും കാണാൻ കഴിയാത്തവനുമായിരിക്കുന്നു എന്നാണ്. ദൈവം സത്യമാണ്. ദൈവം പറയുന്നതും ചെയ്യുന്നതുമെല്ലാം ആത്യന്തിക യാഥാർത്ഥ്യത്തോട് പൂർണ്ണമായി പൊരുത്തപ്പെടുന്നു. ദൈവത്തിന്റെ അറിവും പ്രഖ്യാപനങ്ങളും പ്രതിനിധാനങ്ങളും ശാശ്വതമായി യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുന്നു. ദൈവത്തിൽ നിന്ന് വരുന്നതെല്ലാം സത്യമാണ്. ദൈവം സത്യമായതിനാൽ അവനെ പൂർണ്ണമായി വിശ്വസിക്കാം. ദൈവം ജീവനാണ്. ജീവൻ ദൈവത്തിൽ തന്നെ അന്തർലീനമാണ്. അവൻ എല്ലാ ജീവന്റെയും പരിപാലകനാണ്. അവൻ എല്ലാ ജീവന്റെയും ദാതാവാണ്. അതെല്ലാം തിരികെ വാങ്ങുന്നവനാണ്. അവൻ ഒരാശയമോ തത്വമോ അല്ല, മറിച്ച് ഒരു വ്യക്തിയാണ്. നാലാമതായി, ബൈബിളിലെ ദൈവത്തിന്റെ സ്വഭാവവും ഗുണവിശേഷണങ്ങളും നാം തിരിച്ചറിയണം. നമുക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിയുന്നതിനേക്കാൾ അനന്തമായി വലിയവനാണ് ദൈവം. ഒരു നാമത്തിനും ദൈവത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാനോ അവന്റെ സ്വഭാവം വേണ്ടത്ര പ്രകടിപ്പിക്കാനോ കഴിയില്ല. കാരണം ഏറ്റവും ഉയർന്ന നിലയിലുള്ള ദൈവത്തിന് ഒരു നാമവുമില്ല. അവന്റെ പ്രത്യക്ഷതകൾക്ക്, പ്രകടനങ്ങൾക്ക് മാത്രമേ യഹോവ, യേശു തുടങ്ങിയ നാമങ്ങൾ ഉണ്ടായിരിക്കാൻ കഴിയൂ. ദൈവത്തെ അമിതമായി ലളിതമാക്കരുത്. ദൈവം അനന്തനും അതിരുകടന്നവനുമാണ്. ഭൗതിക പ്രപഞ്ചത്തിന്റെ അതിരുകളിൽ നിന്നും അതിരുകടന്നും അവൻ പൂർണ്ണമായും അനന്തമായി വ്യത്യസ്തനാണ്. ദൈവത്തെക്കുറിച്ച് എല്ലാം അറിഞ്ഞുകഴിഞ്ഞതിനു ശേഷം ഒരു സൃഷ്ടിക്കും ഒരിക്കലും ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ദൈവത്തെ അറിയുക എന്നത് ഒരു ശാശ്വത പദ്ധതിയാണ്. ദൈവം അനന്തനായതിനാൽ നിത്യതയുടെ ഏത് ഘട്ടത്തിലും നിങ്ങൾക്ക് പിന്നെയും അറിയാൻ ദൈവത്തിന്റെ അനന്തമായ അളവുണ്ടായിരിക്കും. മനുഷ്യർക്ക് ലഭ്യമായ ഏറ്റവും ആധികാരികമായ ചരിത്രപുസ്തകമായ ബൈബിളിൽ ലഭ്യമായ ദൈവത്തിന്റെ വെളിപ്പെടുത്തലിനെ അടിസ്ഥാനമാക്കി മാത്രമേ നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയൂ. വെറും മനുഷ്യയുക്തി കൊണ്ട് മനുഷ്യന് ദൈവത്തിന്റെ സ്വഭാവം നിർവചിക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ സ്വഭാവം മനസ്സിലാക്കാനുള്ള താക്കോൽ സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. പക്ഷേ സ്നേഹം ദൈവമല്ല. എല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണ്. എന്നാൽ അവൻ എല്ലാം തനിക്കായി സൂക്ഷിച്ചില്ല. അവൻ തന്നെത്തന്നെ യേശുവിനെപ്പോലും നമ്മിൽ നിന്ന് തടഞ്ഞില്ല. ദൈവം സത്യവാനും നീതിമാനുമായിരിക്കുന്ന തന്റെ സ്വഭാവം മാറ്റുന്നില്ല. ദൈവം എല്ലാവിധത്തിലും പൂർണ്ണനാണ്. കൂടുതൽ പൂർണ്ണനാകാൻ അവൻ മാറേണ്ടതില്ല. അവൻ പറഞ്ഞു, ഞാൻ കർത്താവാണ്, ഞാൻ മാറുന്നില്ല. എന്നാൽ മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ പ്രതികരണം വ്യക്തികളിലെ മാറ്റത്തിനനുസരിച്ച് അവർ പശ്ചാത്തപിക്കുമ്പോൾ മാറിയേക്കാം. ദൈവത്തിന്റെ അനന്തമായ എല്ലാ ഗുണങ്ങളുടെയും സംഗ്രഹമാണ് മഹത്വം. ദൈവം മനുഷ്യവർഗത്തിനു വേണ്ടി വെളിപ്പെടുത്തിയ എല്ലാ പ്രകടനങ്ങൾക്കും പോലും ദൈവത്തിന്റെ എല്ലാ മഹത്വവും വെളിപ്പെടുത്താൻ കഴിയില്ല. കർത്താവേ, മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ നീ യോഗ്യനാണ്. കാരണം നീ എല്ലാം സൃഷ്ടിച്ചു. അവ നിന്റെ പ്രസാദത്തിനായി ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാണ്. സ്വർഗ്ഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യവും അദൃശ്യവുമായ എല്ലാം അവനാൽ സൃഷ്ടിക്കപ്പെട്ടു. അവ സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ വാഴ്ചകളോ ശക്തികളോ ആകട്ടെ, എല്ലാം അവനാലും അവനുവേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടു. അവൻ എല്ലാത്തിനും മുമ്പാണ്.
അവൻ എല്ലാം ഉൾക്കൊള്ളുന്നു. ദൈവം എല്ലാം സൃഷ്ടിച്ചു. അവന്റെ മഹത്വം പ്രകടിപ്പിക്കുന്നതിനും അവന്റെ മഹത്വം അവരെ പാണിക്കുന്നതിനുമായി അവന്റെ സൃഷ്ടിയുമായി ഇടപെടുന്നു. വിശ്വാസികൾ ദൈവത്തെ നേരിട്ട് മഹത്വപ്പെടുത്തുന്നു. അവിശ്വാസികൾ, പിശാചുക്കൾ, പിശാച്, നരകം എന്നിവർ പരോക്ഷമായി ദൈവത്തിന്റെ മഹത്വത്തിന് നിത്യസാക്ഷികളായിരിക്കും. ദൈവത്തെ നിർവചിക്കാൻ നമുക്ക് കഴിയില്ല. ബൈബിൾ അവനെക്കുറിച്ച് പറയുന്നതിനെ അടിസ്ഥാനമാക്കി മാത്രമേ നമുക്കവനെ വിവരിക്കാൻ കഴിയൂ. അവനെ പൂർണ്ണമായി വിവരിക്കുക പോലും അസാധ്യമാണ്. അവന്റെ വെളിപ്പെടുത്തലിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ അറിയാൻ കഴിയൂ. ദൈവത്തിന്റെ ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന അവന്റെ സ്വഭാവത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ദൈവത്തിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുന്നത് നമ്മെ യാജദൈവങ്ങളെ ആരാധിക്കാൻ പ്രേരിപ്പിക്കും. ഒരു വസ്തുവിന്റെ ഗുണങ്ങൾ അതിന് വളരെ അത്യാവശ്യമാണ്. ഒരു വ്യക്തിയുടെ ഗുണങ്ങളുടെ കാര്യത്തിലും ഇത് ഒരുപോലെ സത്യമാണ്. ഒരു മനുഷ്യന് അവനുള്ള ഗുണങ്ങൾ നഷ്ടപ്പെട്ടാൽ അവൻ ഇനി മനുഷ്യനാകില്ല. കാരണം ഈ അന്തർലീനമായ ഗുണങ്ങളാണ് അവനെ മനുഷ്യനാക്കുന്നത്. ദൈവത്തെ മനസ്സിലാക്കാൻ ഈ ആശയങ്ങൾ ഉപയോഗിച്ചാൽ നമുക്ക് ദൈവത്തിന്റെ ഗുണങ്ങൾ അവന് അഭേദ്യമായി അവകാശപ്പെട്ടതാണെന്ന് കണ്ടെത്താം. അവന്റെ ഗുണങ്ങൾ അവന്റെ പൂർണ്ണതകളാണ്. അവന്റെ സ്വഭാവത്തിൽ നിന്ന് വേർതിരിക്കാനാവാത്തതാണ്. അതുകൊണ്ട് അവന്റെ ഗുണങ്ങളെ നിഷേധിക്കുന്നത് ദൈവത്തെ നിഷേധിക്കുന്നതാണ്. ദൈവത്തിന്റെ അനന്തമായ ഗുണങ്ങളാണ് ദൈവത്തിന്റെ അടിസ്ഥാന സ്വഭാവവിശേഷണങ്ങൾ. ഒരു നാമം വ്യക്തിയെ നിർവചിക്കുന്നില്ല. ഒരു വ്യക്തിയെ നിർവചിക്കുന്നത് അവന്റെ പേരല്ല, അവന്റെ അവശ്യഗുണങ്ങളാണ്. ഒരവശ്യഗുണത്തെ നിഷേധിക്കുന്നത് വ്യക്തിയെ നിരസിക്കുന്നതാണ്. സർവശക്തനായ അദൃശ്യനായ ദൈവത്തെ അവന്റെ പരസ്പര ബന്ധിതമായ ഗുണങ്ങളാലാണ് മനസ്സിലാക്കുന്നത്. അവയിൽ ഒന്നുപോലും മറ്റുള്ളവയിൽ മാറ്റം വരുത്താതെ നിരസിക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ ഗുണങ്ങൾ പരസ്പര ബന്ധിതവുമാണ്. നമുക്ക് ദൈവത്തെ വിവരിക്കാനേ കഴിയൂ. ദൈവം അവന്റെ എല്ലാ ഗുണങ്ങളുടെയും തുകയേക്കാൾ വലുതാണ്. അവന്റെ സ്വയം വെളിപ്പെടുത്തലിലൂടെ മാത്രമേ നമുക്ക് അവന്റെ ഗുണങ്ങൾ അറിയാൻ കഴിയൂ. അവന്റെ കരുണ അവന്റെ നീതിയുമായി കൂടിച്ചേർന്നതാണ്. അവന്റെ ശക്തി അവന്റെ അറിവ് പോലെ അനന്തമാണ്. അവന്റെ അപരമേധത അവന്റെ ദീർഘക്ഷമയ്ക്ക് തുല്യമാണ്. ദൈവത്തിന്റെ സ്നേഹവും കോപവും അതുതന്നെ. മറ്റൊരു ഗുണം പ്രയോഗിക്കുന്നതിനായി ദൈവം ഒരിക്കലും അവന്റെ ഒരു ഗുണത്തെയും ലംഘിക്കുന്നില്ല. അതുകൊണ്ട് നീതിയെ ബലികഴിച്ച് ദൈവത്തിന് സ്നേഹിക്കാനും ക്ഷമിക്കാനും കഴിയില്ല. തന്റെ സ്നേഹത്തിനു വേണ്ടി ദൈവം നമുക്ക് സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. തന്റെ വിശുദ്ധിക്കു വേണ്ടി അവൻ പാപത്തെ ശിക്ഷിക്കണം. തന്റെ നീതിക്കു വേണ്ടി പാപത്തിനുവേണ്ടി ഉചിതമായ യാഗം അർപ്പിക്കാതെ അവന് നമ്മെ സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവം തന്റെ സ്നേഹത്തിൽ നിന്ന് പാപത്തിനെതിരായ തന്റെ വിശുദ്ധിയുടെ കോപം ശമിപ്പിക്കുന്നതിനായി തന്റെ പുത്രനെ ബലിയർപ്പിക്കാൻ അയച്ചു. ദൈവം തന്നിൽ തന്നെ അവന്റെ അനന്തമായ ഗുണങ്ങളുടെ എണ്ണത്തിൽ അനന്തമായി പരിപൂർണനാണ്. കൂടുതൽ പരിപൂർണനാകാൻ ദൈവത്തിന് മാറേണ്ട ആവശ്യമില്ല. മറ്റാരുമില്ലാതെ തന്നെ ദൈവം സ്വയം പര്യാപ്തനും സ്വയം പരിപൂർണനുമാണ്. ദൈവത്തിന് കൂടുതൽ പൂർണ്ണത ആവശ്യമില്ല. മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുക എന്നത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും വിശ്വസ്തതയുടെയും സ്വാഭാവിക പരിണതഫലമാണ്. ദൈവം തന്റെ സ്വഭാവത്തിനനുസൃതമായി ഒരു രക്ഷാപദ്ധതി ആസൂത്രണം ചെയ്തു. യേശുക്രിസ്തുവിന്റെ ബലിമരണത്തിലൂടെ ദൈവം മനുഷ്യന് നിത്യജീവനും സമാധാനവും വാഗ്ദാനം ചെയ്തു. ദൈവം സ്വന്തം വിശുദ്ധ രക്തത്താൽ മനുഷ്യന് സമാധാനവും വിശുദ്ധിയും വാഗ്ദാനം ചെയ്തു. വിശുദ്ധി അവന്റെ എല്ലാ ഗുണങ്ങളിലും ഏറ്റവും ഉയർന്ന സ്ഥാനം വഹിക്കുന്നതായി തോന്നുന്നു. അവന്റെ വിശുദ്ധി നിമിത്തം അവന് പാപത്തെ അംഗീകരിക്കാനോ നോക്കാനോ കഴിയില്ല. ഞാൻ വിശുദ്ധനായതിനാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കണം എന്ന് യെശയ്യാവ് അധ്യായം 5 പറയുന്നു. ഒരുവൻ പരസ്പരം വിളിച്ചു പറഞ്ഞു, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ, 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 ഭൂമി മുഴുവനും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്നാൽ നിങ്ങളെ വിളിച്ചവൻ വിശുദ്ധനായിരിക്കുന്നതുപോലെ നിങ്ങളുടെ പെരുമാറ്റത്തിൽ പൂർണ്ണ വിശുദ്ധരായിരിക്കുവിൻ. തിരുവെഴുത്തു പറയുന്നു, ഞാൻ വിശുദ്ധനായതുകൊണ്ട് വിശുദ്ധരായിരിക്കുവിൻ. ദൈവത്തിന് തന്റെ പൂർണ്ണതയുള്ള മാനദണ്ഡങ്ങളിൽ ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. അതിനാൽ തിന്മയെ അപലംബിക്കാനും നന്മയ്ക്ക് പ്രതിഫലം നൽകാനുമുള്ള അവന്റെ പ്രതിബദ്ധത അഭേദ്യമാണ്. നാം പാപികളും സ്വഭാവത്താൽ അവന്റെ ന്യായവിധിക്ക് അർഹരുമാണെങ്കിലും അവന്റെ വിശുദ്ധിയിൽ നമ്മുടെ പാപമുണ്ടായിരുന്നിട്ടും അവന്റെ സ്വഭാവത്തെ ലംഘിക്കാതെ, അതായത് നമ്മുടെ സ്ഥാനത്ത് തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ന്യായം വിധിച്ചുകൊണ്ട് നമ്മെ നീതീകരിക്കാൻ ദൈവം ഒരു കരുണാമയമായ മാർഗം കണ്ടെത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ വിശുദ്ധി അവന്റെ നീതിയിൽ പ്രകടമാണ്. ദൈവം സ്വാഭാവികമായും നീതിക്ക് പ്രതിഫലം നൽകുകയും പാപത്തെ ശിക്ഷിക്കുകയും ചെയ്യുന്നു. മനുഷ്യന്റെ ഓരോ പാപവും പ്രാഥമികമായി ദൈവത്തിനെതിരെയാണ്. ദൈവം വിശുദ്ധനായതിനാൽ അവൻ നീതിമാനാണ്. അവൻ പക്ഷപാതം കാണിക്കുന്ന അർത്ഥത്തിൽ വ്യക്തികളെ ബഹുമാനിക്കുന്നില്ല.
ദൈവത്തിന് തെറ്റുകൾ അവഗണിക്കാൻ കഴിയില്ല, അവഗണിക്കുകയുമില്ല. ദൈവം അനന്തമായ നീതിമാനായ വ്യക്തിയാണ്. ദൈവം പാപത്തോട് അങ്ങേയറ്റം വിട്ടുവീഴ്ചയില്ലാത്തവനാണ്. അതിനാൽ നമ്മുടെ പാപങ്ങൾ യേശുവിന്റെ മേൽ ചുമത്തിയപ്പോൾ യേശുവിന് ദൈവത്തിന്റെ കോപവും പാപത്തിന്റെ നീതിയുള്ള ശിക്ഷയായ മരണവും അനുഭവിക്കേണ്ടി വന്നു. പാപത്തിനെതിരായ ദൈവത്തിന്റെ അനന്തമായ കോപമാണിത്. ഇത് അവിശ്വാസികൾക്ക് നിത്യനരകത്തിന് കാരണമാകുന്നു. സ്വർഗ്ഗത്തിനുവേണ്ടി ദൈവം മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരേ ഒരു ആവശ്യകത യേശുക്രിസ്തുവിലുള്ള അവന്റെ സ്നേഹത്തിന്റെ പ്രകടനത്തിൽ വിശ്വസിക്കുക എന്നതാണ്. ദൈവത്തിന്റെ നീതി ദൈവത്തിന് പാപത്തെ ശിക്ഷിക്കാതെ വിടുന്നത് അസാധ്യമാക്കുന്നു. പാപത്തെ ശിക്ഷിക്കുന്നതിലെ ദൈവത്തിന്റെ നീതി ക്രിസ്തുവിന്റെ മരണത്തിൽ തെളിയിക്കപ്പെടുന്നു. അങ്ങനെ വിശ്വസിക്കുന്ന പാപികളെ ദൈവം നീതീകരിക്കുന്നു എന്നും തെളിയിക്കപ്പെടുന്നു. യേശുവിന്റെ യാഗത്തിൽ കരുണയും സത്യവും തമ്മിൽ കണ്ടുമുട്ടി എന്നും നീതിയും സമാധാനവും പരസ്പരം ചുംബിച്ചിരിക്കുന്നു എന്നും പറയുന്ന തിരുവെഴുത്ത് നിവർത്തിയായി. ദൈവത്തിന്റെ നീതിയിൽ നിന്നാണ് പ്രതിഫലങ്ങളും ശിക്ഷകളുമുള്ള ഒരു നീതിയുള്ള നിയമമുണ്ടായത്. ദൈവത്തിന്റെ നീതി കൃത്യവും ഒഴിവാക്കാനാവാത്തതും കഠിനവും തികച്ചും നീതിയുക്തവുമാണ്. ദൈവത്തിന്റെ സ്വഭാവം നല്ലതാണ്, അത് തിന്മയുടെ വിപരീതമാണ്. ദൈവം സ്വതസിദ്ധിയായി നല്ലവനാണ്, എപ്പോഴും നന്മയ്ക്കുവേണ്ടി പ്രവർത്തിക്കുന്നു. തിന്മ ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നില്ല. അഞ്ചാമതായി, ദൈവസ്ഥാനാർത്ഥിയുടെയും സത്യത്തിന്റെയും ചരിത്രാത്മക പ്രസക്തിയും അവകാശവും അത്യന്തം പ്രാധാന്യമർഹിക്കുന്നു. ഏറ്റവും വിശ്വസനീയമായ ദൈവം ചരിത്രാത്മക ഇടപെടലുള്ളവനാണ്. മനുഷ്യരാശിയെ സൃഷ്ടിച്ചുവെന്നും മനുഷ്യരാശിയെ സ്നേഹിച്ചു പരിപാലിച്ചുവെന്നും അവകാശപ്പെടുന്ന ദൈവം സ്നേഹത്തിന്റെ ഉയർന്ന പ്രകടനമായി അവർക്കുവേണ്ടി മരിച്ചു. യേശുവിന്റെ കാര്യത്തിൽ മാത്രമേ ഇത്രമാത്രം പരമാവധി ഇടപെടൽ കാണപ്പെടുന്നു. ക്രൂശിൽ മരിക്കുന്നതിനുവേണ്ടി ഒരു ദൂതനെ അയക്കുക എന്നതല്ല, മറിച്ച് ദൈവം തന്നെ ഒരു മനുഷ്യനായി പ്രത്യക്ഷപ്പെട്ട് ക്രൂശിൽ മരിക്കുകയാണ്. മനുഷ്യവർഗത്തിന് ഇത്രമാത്രം സ്നേഹനിധിയായ, ദയാലുവായ, സർവശക്തനായ, ശാശ്വതനായ, അത്ഭുതം പ്രവർത്തിക്കുന്ന, ക്ഷമിക്കുന്ന, ക്ഷമയുള്ള, പാപപ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ദൈവവീക്ഷണം ആവശ്യമാണ്. അതിനാൽ യേശു കേവലം സമാനതകളില്ലാത്ത ദൈവസ്ഥാനാർത്ഥിയാണ്, ദൈവമെന്ന് തെളിയിച്ചവനാണ്. ബൈബിളിലെ ദൈവം ചരിത്രാത്മകമായി പ്രകടമായ യഥാർത്ഥ ജീവനുള്ള ദൈവമാണ്. ബൈബിൾ ദൈവം യഥാർത്ഥ ജീവനുള്ള ദൈവമാണ്. നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിൽ ശക്തമായ അത്ഭുതങ്ങളും തുടർച്ചയായ പുരോഗമന വെളിപാടുകളും വഴി അവൻ സ്വയം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവനൊരു പുസ്തകത്തിലെ ഒരു വാക്കല്ല, അല്ലെങ്കിൽ ദാർശനിക വാദങ്ങളുടെയും ഊഹാപോഹങ്ങളുടെയും ഒരു കൂട്ടമല്ല. അവൻ ശക്തമായ പ്രവൃത്തികളിൽ പ്രകടമാകുന്ന, ജീവിക്കുന്ന സർവശക്തനായ വ്യക്തിയാണ്. മനുഷ്യചരിത്രത്തിന്റെ ഉദയം മുതൽ വെളിപാടുകൾ നൽകുന്ന അനന്തമായ ദൈവീക വ്യക്തിയാണവൻ. അവൻ പ്രകാശമാണ്, അവൻ ജീവനാണ്, അവൻ ജീവിക്കുന്നവനാണ്, അവൻ അനന്തമായ ദൈവീക സ്നേഹമാണ്. ഏറ്റവും നല്ല ദൈവത്തെക്കുറിച്ചുള്ള ഏറ്റവും ദൈർഘ്യമേറിയതും സ്ഥിരതയുള്ളതുമായ ചരിത്ര വെളിപ്പെടുത്തൽ ബൈബിളിലാണ്. അതിനാൽ ഏക സത്യദൈവം ബൈബിളിലെ ദൈവമാണ്. ബൈബിളിലെ ക്രിസ്തീയ വിശ്വാസത്തിൽ മാത്രമാണ് ദൈവത്തിന്റെ പൂർണ്ണ സ്വഭാവം വെളിപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ മതങ്ങളിലും സത്യദൈവം ആരാണെന്ന് നിർണയിക്കുന്നതിൽ ദൈവത്തിന്റെ സ്വഭാവം പരമപ്രധാനമാണ്. മനുഷ്യർക്ക് ചിന്തിക്കാൻ കഴിയുന്ന മറ്റേതെങ്കിലും വിഷയത്തെക്കാളും ദൈവസ്ഥാനാർത്ഥിയുടെ സ്വഭാവം കൂടുതൽ പ്രധാനമാണ്. ആളുകൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവം പ്രാഥമിക പ്രാധാന്യമുള്ളതാണ്. ദൈവത്തെക്കുറിച്ച് ശരിയായി ചിന്തിക്കുന്നത് അത്യന്താപേക്ഷിതമാണ്. കാരണം ദൈവത്തെക്കുറിച്ചുള്ള ഒരു തെറ്റായ ആശയം വിഗ്രഹാരാധനയാണ്. ഞാൻ നിന്നെപ്പോലെയാണെന്ന് നീ കരുതി എന്ന ആരോപണത്തോടെ ദൈവം ദുഷ്ടനെ ശാസിക്കുന്നു. മാത്രമല്ല, ഒരു വ്യാജ ദൈവത്തിന് വിശ്വാസികളിൽ മോശം സ്വഭാവം നൽകാൻ കഴിയും. ഇത് മറ്റുള്ളവരെ ദോഷകരമായി ബാധിക്കും. ആറാമതായി, ദൈവത്തെക്കുറിച്ചുള്ള സത്യം വളച്ചൊടിക്കപ്പെടുന്നത് സൂക്ഷിക്കുക. ധാരാളം വ്യാജ ദൈവങ്ങളും വ്യാജ പ്രവാചകന്മാരുമുണ്ട്. ചരിത്രത്തിൽ യഹൂദമതം, റോമൻ കത്തോലിക്കാ മതം, ഇസ്ലാം, നിരീശ്വരവാദം എന്നിവയുടെ ക്രിസ്തുമത വിരോധം സഭയെയും അതിന്റെ ദൈവശാസ്ത്രത്തെയും ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. അവരെല്ലാം ചരിത്രത്തിൽ വ്യക്തിപരമായും കൂട്ടായും ബൈബിളിനും ക്രിസ്ത്യാനികൾക്കും എതിരായിരുന്നു. സാധ്യമാകുന്നിടത്തെല്ലാം ക്രിസ്ത്യാനികളെ അടിച്ചമർത്തുകയും ചെയ്തു. ക്രിസ്തീയ വിശ്വാസത്തോട് വെറുപ്പുള്ള യഹൂദന്മാരാൽ റോമൻ കത്തോലിക്കാ ത്രിത്വവും ഇസ്ലാമിക ദൈവശാസ്ത്രവും ആഴത്തിൽ സ്വാധീനിക്കപ്പെട്ടതായി തോന്നുന്നു. റോമൻ കത്തോലിക്കാ ത്രിത്വവും ഇസ്ലാമിക ദൈവശാസ്ത്രവും ബൈബിൾ സത്യത്തിൽ നിന്ന് വളരെ അകലെയായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് വിപരീത ലോകവീക്ഷണങ്ങൾ രണ്ട് ഗ്രൂപ്പുകളെയും പരസ്പരം ബന്ധമില്ലാതെ നൂറുകണക്കിന് വർഷങ്ങളായി പോരടിപ്പിച്ചു. ഇത് ക്രിസ്തീയ സാക്ഷ്യത്തെ ദുർബലപ്പെടുത്തുക മാത്രമല്ല, ഇരുവിഭാഗങ്ങളിലുമുള്ള കോടിക്കണക്കിന് ആളുകളെ ബൈബിളിന്റെ സത്യത്തെക്കുറിച്ച് അജ്ഞരാക്കുകയും ചെയ്തു. ഇത് യഥാർത്ഥ ചരിത്രത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചു.
ചരിത്രത്തിലെ ഈ 3 വിഭാഗങ്ങളും യഥാർത്ഥ ക്രിസ്ത്യാനികളെ കൊല്ലുകയും ബൈബിളിനെ അടിച്ചമർത്തുകയും ചെയ്തു. ഇതൊരുപക്ഷേ മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറിയും ദുരന്തവുമാകാം. ദൈവശാസ്ത്രത്തിലെ ഇത്തരം പിഴവുകൾ മൂലം ക്രിസ്തുമതത്തിന് വളരെയധികം പ്രത്യയാശയപരമായ നഷ്ടങ്ങൾ നേരിടേണ്ടി വന്നു. ഇത് നിരവധി വ്യാജമതങ്ങൾക്ക് ഒരു നേട്ടമായി മാറി. ഇസ്ലാം, യഹോവ സാക്ഷികൾ, ഏകത്വം തുടങ്ങിയ ഗ്രൂപ്പുകൾക്കിടയിലും പിതാവ് മാത്രമാണ് സത്യദൈവം എന്ന് വാദിക്കുന്നവർക്കിടയിലുമുള്ള സമാനത അടിസ്ഥാനപരമായി അവരെല്ലാം ഏകത്വ ചിന്താഗതിക്കാരാണെന്നതാണ്. അതിനാൽ തൃത്വത്തെക്കുറിച്ചുള്ള ബൈബിൾ വീക്ഷണത്തെ ബഹുദൈവത്വമായി അവരെല്ലാം ആരോപിക്കുന്നു. ഏകത്വവാദമനുസരിച്ച് പിതാവോ പുത്രനോ മാത്രമേ ദൈവമാകുന്നുള്ളൂ. എന്നാൽ ബൈബിൾ ഇതിനോട് യോജിക്കുന്നില്ല. എന്നാൽ ഈ പ്രഭാഷണത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന പ്രത്യക്ഷതാ സിദ്ധാന്തമാണ് ബൈബിളിനോട് പരമാവധി യോജിക്കുന്നത്. ഈ വീക്ഷണം ശരിയായ വീക്ഷണമാണെന്നതിൻ്റെ അടിസ്ഥാന തെളിവാണിത്. അതനുസരിച്ച് ദൈവത്തിൻ്റെ പ്രകടനങ്ങളെന്ന നിലയിൽ 3 വ്യക്തികളും പരസ്പരം വ്യത്യസ്തരാണ്. പരമോന്നത ദൈവവ്യക്തിയുടെ ഓരോ വെളിപ്പെടുത്തലും തികച്ചും വ്യക്തിപരമായിരിക്കും. ദൈവത്തിൻ്റെ പ്രകടനങ്ങളാണ് ആരംഭവും അവസാനവുമില്ലാതെ ദൈവത്വത്തിൻ്റെ അടിസ്ഥാന ഘടകയെ രൂപപ്പെടുത്തിയതെന്ന് നൂറ്റാണ്ടുകളിലുടനീളം ദൈവശാസ്ത്രജ്ഞർ കരുതിയപ്പോൾ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ സത്യമെന്തെന്നാൽ ദൈവം വ്യത്യസ്ത രീതികളിൽ സ്വയം വെളിപ്പെടുത്തുകയായിരുന്നു. അതേസമയം തന്നെ അവൻ പരമോന്നതനും ഒരേ സമയം അത്യന്ത്രീയനുമായി തുടരുന്നു. എല്ലാ മതങ്ങളും ദൈവം എന്ന പൊതുവായ പദം തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ ദൈവങ്ങളുടെ ഗുണവിശേഷങ്ങൾ വ്യത്യസ്തമാണ്. അവരുടെ ദൈവവീക്ഷണങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. അതിനാൽ അവയെല്ലാം വ്യത്യസ്ത അസ്തിത്വങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സത്യദൈവം ഒന്നേയുള്ളൂ. എന്നാൽ പലരും തെറ്റായി ചിന്തിക്കുന്നത് അവരുടെ വ്യാജദൈവമാണ് സത്യദൈവമെന്നാണ്. ബൈബിൾ സത്യദൈവത്തെയും ദൈവത്തിൻ്റെ യഥാർത്ഥ ഗുണങ്ങളെയും വെളിപ്പെടുത്തുന്നു. സത്യദൈവത്തിൻ്റെ ഏക പ്രത്യക്ഷതയാണ് യേശുക്രിസ്തു.